റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ. പ്രിയമക്കളെ, ഏഞ്ചൽ ഓഫ് ഹോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് പരിശുദ്ധ അമ്മയുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കും. റെഡിയല്ലേ? വായോ, നമുക്ക് അമ്മയോടൊപ്പം ഇരുന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഈ ജപമാല എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ഇംഗ്ലീഷിൽ ആ വാക്കിന്റെ അർത്ഥം മക്കളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും? ജപമാല, റോസറി. മിടുക്കര്, റോസറി. ഇനി റോസറിയുടെ അർത്ഥം അറിയാവോ? കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. സിസ്റ്റർ പറയാം. റോസാപ്പൂക്കളുടെ കൂട്ടം. കണ്ടല്ലേ, റോസാപ്പൂക്കളുടെ കൂട്ടം. അതാണ് ജപമാല എന്ന വാക്കിനർത്ഥം. അപ്പൊ ഒരു ജപമാല എടുക്കുമ്പോൾ സിസ്റ്റർ കാണിച്ചു തരാം. നിങ്ങളുടെ കൈവശമൊക്കെ ഉണ്ടായിരിക്കും. ഒരു ജപമാല എടുക്കുമ്പോൾ അതിൽ എത്ര മുത്തുകൾ ഉണ്ടാവും? 53 മണി അല്ലെ? 53 മണി ജപം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു റോസറി ചൊല്ലുമ്പോൾ ഇതുപോലെ നമ്മൾ പൂക്കൾ 53 റോസാപ്പൂക്കളെടുത്ത് ചേർത്ത് കെട്ടി അമ്മയുടെ കഴുത്തിൽ അണിയിക്കുന്നതാണ് ഒരു ജപമാല. ഓക്കെ. അപ്പോൾ എപ്പോഴൊക്കെ റോസറി പറയുന്നോ ജപമാല ചൊല്ലുന്നു, അപ്പം വിചാരിക്കണം നമ്മളിരുന്ന് ഇതുപോലെ ഒരു തോട്ടത്തിൽ നിന്ന് റോസാപ്പൂക്കൾ പറിച്ച് അമ്മയുടെ കഴുത്തിൽ അണിയിക്കുന്നു. ഇനി നമ്മളൊരു ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയെ പറ്റി ധ്യാനിക്കുക. ഓക്കെ. അമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയെ പറ്റി ധ്യാനിക്കുന്നതാണ് ഓരോ ജപമാല പ്രാർത്ഥനയും. പ്രിയമക്കളെ, സിസ്റ്റർ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? പറയുക. ഓക്കെ, ട്രൈ യുവർ ബെസ്റ്റ്. ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഏതാ? ഏറ്റവും ശക്തം. ലോകത്തിൽ കുറേ പ്രാർത്ഥനയുണ്ടല്ലോ. നമുക്ക് നൊവേനയുണ്ട്, സ്വർഗസ്നായ പിതാവുണ്ട്, ജപമാലയുണ്ട്, ദിവ്യബലിയുണ്ട്, അങ്ങനെ പല പ്രാർത്ഥനകളുണ്ട്. അപ്പം മക്കളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കും ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന? 1, 2, 3 സ്റ്റാർട്ട്. പറഞ്ഞേ. ദിവ്യബലിയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയെങ്കിൽ വീട്ടിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ദേവാലയത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന വിശുദ്ധ കുർബാന. അപ്പം വീട്ടിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാല. ഓക്കെ. ജപമാല അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. ഇനി ജപമാല ചൊല്ലുമ്പോൾ 3 കൂട്ടർക്ക് പ്രത്യേക സന്തോഷമായിരിക്കും. അറിയോ? ഒന്ന് പരിശുദ്ധ അമ്മ അല്ലെ, അമ്മയ്ക്ക് സന്തോഷമാവും. രണ്ടാമത്തത് മാലാഖമാര്. മൂന്നാമത്തത് പരിശുദ്ധ ത്രിത്വം. ഓക്കെ. അപ്പം പരിശുദ്ധ ത്രിത്വം, മാലാഖമാർ, പരിശുദ്ധ അമ്മ, ഇവരെല്ലാം സന്തോഷിക്കും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കും. ഓക്കെ. ഇനി പ്രിയമക്കളെ, എല്ലാ വിശുദ്ധന്മാർക്കും നമ്മളൊന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാകും. എല്ലാ വിശുദ്ധർക്കും എല്ലാം ഈ ആത്മതയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണവർ, ദൈവത്തോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നവർക്കൊക്കെ മാതാവുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. അമ്മ ഇങ്ങനെ പൊന്നമ്മയെ പോലെ സ്വന്തം അമ്മയെക്കാട്ടിലുപരി സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന അവരെ കാണാം വിശുദ്ധരുടെ ലൈഫിൽ. അപ്പോൾ പിയൂസ് 9 മാർപ്പാപ്പ പറയണത് എന്നാണെന്നറിയാവോ? കുടുംബത്തിൽ, രാഷ്ട്രത്തിൽ, സമൂഹത്തിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് പിടിക്കണം? ജപമാല ഇതുപോലെ പിടിക്കണം. ജപമാല ചൊല്ലണം. ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും, രാജ്യത്ത് സമാധാനം ഉണ്ടാവും. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഇച്ചിരി സമാധാനം. ഇന്ന് സമാധാനത്തിൻ്റെ പ്രശ്നമാണല്ലോ. മക്കൾക്കറിയോ? ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ മനസമാധാനം കുറവാണ്. അപ്പോൾ ഈ സമാധാനമൊക്കെ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ ജപമാല പൊക്കി പിടിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കണം. ഇനി പൗലോസ് 5-ാമൻ മാർപ്പാപ്പയെ ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് 5-ാമൻ പറയുന്നത് സ്വർഗത്തിൻ്റെ ഭണ്ഡാരം അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, അമ്മയോളം വളർന്ന ആൾക്കാരുണ്ടോ? അമ്മയോളം ഹൃദയവിശാലതയുള്ള, അമ്മയെപ്പോലെ മനസ്സിലാക്കുന്ന ആൾക്കാർ കുറവെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ സ്വർഗത്തിലെ അമ്മ നമുക്കെല്ലാം തന്നു അല്ലേ? സ്വന്തം പുത്രനെ വരെ തന്നു. നമ്മൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി എടുത്തുയർത്തിയെങ്കിലും ഒരുപക്ഷെ അവിടെ ഇരിക്കാതെ നമ്മളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഭണ്ഡാരം അമ്മ നമുക്ക് വേണ്ടി തുറന്നു തരും. ഇനി ഒരു മാർപ്പാപ്പയുടെ കാര്യം കൂടി പറഞ്ഞുതരാം. ലിയോ 13-ാമൻ മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ തിന്മകൾ ഒക്കെ, വീട്ടിലെ ശത്രുക്കൾ ഒക്കെ, നമുക്ക് പേഴ്സണലായിട്ടുള്ള ശത്രുക്കൾ, അങ്ങനെ ശത്രുക്കളെ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ ആയുധം ജപമാലയാണ്. ഓക്കെ. അപ്പോൾ ജപമാല കാണുമ്പോൾ മക്കളെ നിങ്ങൾ ഉമ്മ കൊടുക്കണം, ചേർത്ത് പിടിക്കണം. അതിലൊക്കെ നാണക്കേടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. കഴുത്തിലൊന്ന് തടകി നോക്കിയൊക്കെ ഉണ്ടോ ജപമാല?
ഉണ്ടെങ്കിൽ മിടുക്കരാണ്, ഗോഡ് ബ്ലെസ് യു. ഇല്ലെങ്കിലും മക്കളെ നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞ് എത്രയും വേഗം ഒരു ജപമാല വാങ്ങിച്ച് കഴുത്തിയിൽ അണിയണം. അത് അലങ്കാരമല്ല, സംരക്ഷണമാണ്. നമുക്ക് വേണ്ടേ ബോഡി ഗാർഡ്? അല്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ബോഡി ഗാർഡ്? ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ബോഡി ഗാർഡ് അല്ല, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ബോഡി ഗാർഡായിരിക്കും തടയുന്നത്. അവരെ നശിപ്പിച്ചാൽ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പരിശുദ്ധ അമ്മ നമ്മളെ കഴുത്തിൽ ഈ മാലയെ അണിയുമ്പോൾ ഒരു സംരക്ഷണ കവചമായിരിക്കും. അതുകൊണ്ട് ഇല്ലെങ്കിൽ എത്രയും വേഗം സംഘടിപ്പിച്ച് മക്കൾ ഇട്ടേക്കണേ. ഇടില്ലേ? സിസ്റ്ററിനുണ്ട്, നിങ്ങൾക്കോ മക്കളുടെ ഇടുമെന്ന് സിസ്റ്ററിന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതൊരു വജ്രായുധമാണ് മക്കളെ, വജ്രായുധം. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്കൊരു ശത്രുവുണ്ട്. ഒരു ശത്രു ഉണ്ടെങ്കിൽ ചില നമുക്കിങ്ങനെ ചൂണ്ടി കാണിച്ചാൽ മതി അല്ലേ, ഇതുപോലെ തോക്കുപോലെ കാണിച്ചാൽ മതി അല്ലേ. കാക്കയൊക്കെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പറക്കത്തില്ലേ? എന്നാൽ ചില ശരിക്കും ഒരു ശത്രു വന്നാൽ നമ്മൾ വെറുതെ ഒരു ആക്ഷൻ കാണിച്ചാൽ പോവോ? ഇല്ല. അപ്പം ചിലവരെ ഓടിക്കാൻ നമുക്ക് പൊട്ടാസ് മതി. ചില ശത്രുക്കളെ പറത്താൻ എന്താ, ചിലപ്പോൾ ഒരു കമ്പ് മതി, ചിലതിനെയോ വാള് വേണം, ചിലതോ നമുക്ക് ഇങ്ങനെ ടെററിസ്റ്റ് പോലെ വലിയ ഒരു രാജ്യത്തൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിസൈൽ തന്നെ വേണം. അതുപോലെ മക്കളെ ഇത് മിസൈലിൻ്റെ പവറാണ്, നമുക്ക് വലിയ ഒരു ആയുധമാണ്, വജ്രായുധമാണ്. ഓക്കെ, നമ്മൾ സാധാരണ ആരെടുത്താണ് ഫൈറ്റ് ചെയ്യുന്നത്? സാധാരണ നമ്മളെപ്പോലെ ലോക്കൽ മനുഷ്യരോടല്ല, നമ്മൾ അരൂപികളോട്, സാത്താനോടാണ്. ശത്രുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പിശാചുക്കളോടാണ്. അപ്പോൾ പിശാചുക്കളെ പേടിക്കുന്നവരെ, പിശാചിനോട് ഇഞ്ചോടിഞ്ച് പോരാടുന്നവരല്ലേ നമുക്ക് വേണ്ടത്? പേടിച്ചോടുന്നവരെ വേണോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഓക്കെ, അപ്പം വിചാരിക്കണം, ഇത് കഴുത്തിലുള്ളവരും സ്നേഹത്തോടെ, വെറുതെ അലങ്കാരമായിട്ട് കടയിൽ കിട്ടുന്ന ഒരു മാല ഇടുന്ന പ്രതീതിക്ക് മക്കൾ ഇടരുത്. സ്നേഹത്തോടെ അമ്മയെ അണിയുന്നത് പോലെ വേണം അണിയാൻ. ഓക്കെ, അപ്പോൾ ഈ ജപമാലയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ജപമാല നോക്കിക്കേ, നമ്മളിങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വേണം തുടങ്ങാൻ കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ മണികൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ചവിട്ടി കയറി മല പോലെ നമ്മളിങ്ങനെ കയറി പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് വിളമ്പിത്തരും. ഓക്കെ, അപ്പോൾ ഒരു ഏണിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താ, നമുക്കൊരു സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, ശത്രുക്കൾ വരുമ്പോൾ മിസൈൽ പോലെ തുരുതുരാ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആയുധമാണ്. ചാട്ട പോലെ ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാല പോലെ ഉപയോഗിക്കാം. പിന്നെ എന്താ, മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇത് ഭയങ്കര കണക്ഷൻ അല്ലേ? ഇതൊരു ചെയിന് പോലെയല്ലേ? ഒരു ചെയിനിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാ? ഏറ്റവും ബലഹീനമായ കണ്ണിയിലാണ്. ഓക്കെ, ഇതിൻ്റെ ശക്തി ഏറ്റവും ബലഹീനമാണ്. അപ്പം നമ്മുടെ വീട്ടിലും എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലേ? ചിലപ്പം പപ്പയായിരിക്കും ഇച്ചിരി പ്രശ്നം തരുന്ന, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ആ ബലഹീനതയിൽ ഇടപെട്ട് ആ കണ്ണി സ്ട്രോങ് ആക്കാൻ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് പറ്റും. ഒക്കെ നിങ്ങളൊന്ന് വിശ്വസിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ, അല്ലേ? പറയുന്നത് കേൾക്കേണ്ട, അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ പപ്പയും അമ്മയും തമ്മിൽ, മക്കൾ തമ്മിൽ, ദൈവവും മനുഷ്യനും തമ്മിൽ, ഈശോപ്പയും നമ്മളും തമ്മിൽ ഇങ്ങനെയൊക്കെ ചേർത്തിണക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കും. അപ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കൾ പ്രാർത്ഥിക്കുമോ? ഇനി പ്രാർത്ഥിക്കാൻ ഭയങ്കര ഉറക്കമാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ആരോട് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് ചേർന്നിരിക്കാൻ സഹായിക്കണം. ഇനി നിങ്ങൾക്ക് അമ്മയുടെ സ്റ്റാച്യൂവും പടമൊക്കെ കാണുമല്ലോ, നിങ്ങൾ ഇതുപോലെ കെട്ടിപ്പിടിക്കണം. നമ്മുടെ അമ്മയെ കെട്ടിപ്പിടിക്കാൻ ഇഷ്ടമല്ല, അതുപോലെ ഈ അമ്മയും ചേർത്ത് പിടിച്ചിട്ട് പറയണം, അമ്മ എനിക്ക് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ബോറാണ് കേട്ടോ, ഒരു ഉഷാറ് വരുന്നില്ല, ഒരു ഉണർവ് വരുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ കയ്യിലൊന്ന് എന്നെ എടുത്തിരുതാവോ? അമ്മയുടെ ഈ നീല കുപ്പായത്തിനുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കാവോ? അമ്മയുടെ മടിത്തട്ടിൽ ഈശോയെ എത്ര തവണ ഇരുത്തിയതാ, എന്നെയും കൂടി ഒന്ന് ഇരുത്താവോ? അമ്മയുടെ രണ്ടാമത്തെ മകളായിട്ടൊന്ന് എടുക്കാവോ? എന്നെ പഠിപ്പിക്കാവോ? ഇങ്ങനെ മക്കളെ നിങ്ങൾ അമ്മയോട് സംസാരിക്കണം, അമ്മ നമ്മളോട് സംസാരിക്കും. ഓക്കെ, അമ്മയുടെ മണവും ഗുണവും ഒക്കെ ഉള്ള മക്കളായി മാറട്ടെ എന്ന് സിസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ജപമാല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാലോ? ഓക്കെ, അപ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കാം, ഒരു ജപമാല വേഗം പിടിക്കാം. സ്നേഹത്തോട് പിടിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല, നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്, പരിശുദ്ധാത്മാവ്. സ്വർഗം തന്ന നമ്മുടെ സഹായകൻ, ഏറ്റവും നല്ല ഫ്രണ്ട്,
ഓക്കെ. പലപ്പോഴും നമ്മൾക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അഭാവം, അല്ലേ? അല്ലെങ്കിൽ ഒന്നെങ്കിലും ഫ്രണ്ട്സ് കിട്ടിയാൽ ഭയങ്കര ടോക്സിക് ആയിരിക്കും. അവർ പറയുന്നത് പോലെ നമ്മൾ ചലിക്കണം, നമ്മൾ നടക്കണം, നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ കട്ടീസിട്ട് പിണങ്ങിപ്പോവും. അത് നമുക്ക് എന്നാ ഭയങ്കര വിഷമം തരും, അല്ലേ? എത്ര രുചിയുള്ള ഭക്ഷണം തന്നാലും ചിലപ്പോൾ നമുക്ക് ആവേശത്തോടെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങളെ പറ്റിക്കാത്ത, വഞ്ചിക്കാത്ത, വിട്ടുമാറാത്ത, ചേർത്ത് പിടിക്കുന്ന, ഉറങ്ങുമ്പോഴും വരെ നമ്മൾ അടുത്തുള്ള ഒരു ഫ്രണ്ടാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ. ആ പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്കിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. മക്കളെ, പരിശുദ്ധാത്മാവ് ആരാ ശരിക്കും? ആരാ? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞായിരുന്നു സ്വർഗം തന്ന സമ്മാനം. അതുപോലെ ആബാപിതാവ് അറിയല്ലോ, സകലതും സൃഷ്ടിച്ച് ചലിപ്പിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ. ഈ സ്വർഗീയ പിതാവാണ് മനുഷ്യർക്ക് ആരെ തന്നു? ക്രിസ്തുവിനെ തന്നു, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. ഇനി ക്രിസ്തു ഭൂമിയിൽ വന്നു, ജീവിച്ചു, പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് പോയി. അപ്പം നമുക്ക് വേറൊരാളെ തന്നു കൂടെ ആയിരിക്കാൻ. ആരാ? പരിശുദ്ധാത്മാവ്. അപ്പം പിതാവിൻ്റെ സമ്മാനം പുത്രൻ, പുത്രൻ്റെ സമ്മാനം പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവം. അവർ മൂന്നുപേരും ഒന്ന്. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ മുട്ടയെന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതിൻ്റെ പകുതിയാണ് മുട്ട സിസ്റ്റർ കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണും പുറന്തോടുണ്ട്, അതിൽ വെള്ള ഭാഗമുണ്ട്, മഞ്ഞക്കരുവുണ്ട്, അല്ലേ? 3 ഭാഗം. ഈ 3 ഭാഗവും കൂടി ചേരുമ്പോൾ ഒരു മുട്ടയായിത്തീരും. ഇതുപോലെയാണ് ത്രിത്വത്തിലെ പരിശുദ്ധാത്മാവ്. ഇനി ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാ നമുക്ക് തന്നത്? മനുഷ്യർക്ക്, തിരുസഭയ്ക്ക് 3 കാര്യങ്ങൾക്ക്. ഒന്ന്, നമ്മളെ നേർവഴിക്ക് നയിക്കാൻ. ഇന്ന് പല വഴികളുണ്ട്, ഉടായ്പ വഴികളുണ്ട്, ഗട്ടറും കുണ്ടും ഒക്കെ ഉള്ള വഴികൾ അറിയാമല്ലോ മക്കൾക്ക്. അപ്പം ശരിയായ ദിശയിൽ, ശരിയായ ഫോക്കസ്ഡായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി കാണിച്ചു തരാൻ നമുക്ക് ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അതുപോലെ ശുദ്ധീകരിക്കാൻ, പുണ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ്. ഓക്കെ. അതിനു വേണ്ടിയാണ് തിരുസഭ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്തത്, ഈ പരിശുദ്ധാത്മാവ് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു എൻജിൻ പണി ചെയ്യുന്നത് പോലത്തുള്ള പണിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എൻജിൻ അറിയാലോ, എൻജിനെ നമുക്ക് പുറമേ കാണാൻ പറ്റില്ല, അല്ലേ? ഇപ്പം നമ്മൾ വണ്ടി എടുത്താലും ബോട്ട് എടുത്താലും ഏതെങ്കിലും സാധനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ എൻജിൻ ഏതെങ്കിലും മൂലയിലിരുന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. ഇതുപോലെ നമ്മുടെ ഉള്ളിലിരുന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നാ നമ്മളിങ്ങനെ ബോളാണ്. ഇപ്പം ബോൾ കിട്ടിയാൽ നമുക്ക് വേണ്ട ഈ കുഞ്ഞു കൊള്ളൂലെന്ന് പറഞ്ഞ് എറിഞ്ഞാൽ എന്നാ ചെയ്യും? അത് ബൗൺസ് ചെയ്ത് തിരിച്ചു വരും. അതുപോലെ നമ്മൾ ആർക്കും തകർക്കാനും എറിയാനും അങ്ങ് ദൂരെ കൊണ്ടിടാനും പറ്റത്തില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ബോളിങ്ങില്ലേ, ഇങ്ങനെ ബൗൺസ് ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മളെ ഇങ്ങനെ ചലിപ്പിച്ച് നിർത്തും മക്കളെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടണ്ടേ? നമുക്ക് വേണം. അപ്പം ഇനി എന്താ ചെയ്യുക? ഓക്കെ, ഈ പുള്ളിക്കാരൻ, ഈ ദൈവത്തെ നമുക്ക് വേണം എങ്കിൽ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്താൽ നമുക്ക് കിട്ടും? ഒരൊറ്റ കാര്യം എന്തെന്നറിയാമോ? ആഗ്രഹം. എന്താ? പരിശുദ്ധാത്മാവേ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം, അപ്പാ എനിക്ക് തരാവോ, ഈശോപ്പേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേന്നുള്ള ആത്മാർത്ഥമായ ഒരു വിളി വന്നാൽ മതി. തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ മക്കളെ എൻ്റെ അടുക്കലേക്ക് വാ, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അങ്ങനെ നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമായി മാറാതെ ഒഴുകുന്ന അരുവി പോലെ ഒഴുകണമെങ്കിൽ ആത്മാവ് നിറയണം. ഓക്കെ. ഇനി 3 തരം അരൂപികളുണ്ട്. ഓക്കെ. അതെന്നാന്നറിയാവോ? ദൈവാരൂപി അറിയാമല്ലോ. അടുത്തത് ദുഷ്ടാരൂപി, മനുഷ്യാരൂപി. ദൈവാരൂപി, ദുഷ്ടാരൂപി, മനുഷ്യാരൂപി. ചിലവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ ഇപ്പം മനസ്സിലാവില്ല, കുറച്ചുകൂടി മുതിർന്നവർക്ക് മനസ്സിലാകും. ദൈവാരൂപി എന്ന് പറയുമ്പോൾ ഒരാളോട്, ദൈവാരൂപി നിറഞ്ഞ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ സംസാരത്തിന് ശേഷം നമുക്ക് ഭയങ്കര സന്തോഷം, ഒരു റിലാക്സ്, കൂൾ അനുഭവമായിരിക്കും. ഇനി ദുഷ്ടാരൂപിയാണെങ്കിലോ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, സങ്കടമായിരിക്കും. അതുവരെ ഇല്ലാത്ത വിഷമം ആ വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു അസ്വസ്ഥത. മനുഷ്യാരൂപി കൺഫ്യൂഷൻ. ഇതെന്താ അങ്ങനെ ശരിയാവോ? ഇത് അങ്ങനെ വരേണ്ടതല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? അപ്പം നമ്മൾ ഊണിലും ഉറക്കത്തിലുമൊക്കെ അതുവരെ ഇല്ലാത്ത ചില ചിന്തകളും ക്വസ്റ്റ്യനിങ്ങും ആയിരിക്കും. ഓക്കെ. അപ്പം പിടികിട്ടിയല്ലോ. അപ്പം നമ്മൾ ഇതൊന്നും മനസ്സിലൊന്ന് വെച്ചേക്കാനാണ്. ഇനി ഈ പരിശുദ്ധാത്മാവിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സിസ്റ്റർ, ഈ മരം കണ്ടല്ലോ, ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും
ഭയങ്കര ഇഫക്റ്റീവാണ്. ഓക്കെ, അപ്പം മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഒരു ചെടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ വൃക്ഷം എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ പൂവുണ്ട്, കായുണ്ട്, എവിടെയൊക്കെ ഇവിടെയൊക്കെ തൂങ്ങി നിൽപ്പുണ്ട്, കായുണ്ട്, ഇലയുണ്ട്, പിന്നെ ശാഖയുണ്ട്, താഴോട്ട് വരുമ്പോൾ വേര് കാണും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചെടിയുടെ ഏറ്റവും പ്രധാന ഭാഗം ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഏതാ? നിങ്ങൾ പറയും മിടുക്കരാണ്, സിസ്റ്ററിന് അറിയാം, വേരാണ് അല്ലേ? എങ്കിലും നോക്കിക്കോ മക്കളെ, ഈ ചെടിയെ ആകർഷിക്കുന്നത്, മറ്റുള്ളവരെ അങ്ങനെ തേരാപ്പാര നടക്കുന്നവരെ ഈ ചെടിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കായ അല്ലെങ്കിൽ ഈ പൂവായിരിക്കും അല്ലേ? അപ്പോൾ ചുമ്മാ വിചാരിക്കുക, ഈ പൂവും കായും പറയാണ്, അല്ലേലും എന്നെ കണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്, ഞാനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ഞാനില്ലെങ്കിൽ ഈ ചെടിയുടെ അവസ്ഥ കാണാമായിരുന്നു, ഈ കാട്ടിൽ ഇവിടെ നിൽക്കാതെ ഞാൻ കുറച്ചുകൂടി സിറ്റി ഏരിയയിൽ പോയി അവിടെ പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ഇത് അഹങ്കാരത്തോടു കൂടി ഈ ചെടിയിൽ നിന്ന് വേർപെട്ട് പോയി അതിന് നിലനിൽപ്പുണ്ടോ? പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതോടുകൂടി അതിന് ഒരു തീരുമാനമാകും ഇല്ലേ? പറ്റില്ല. ഇനി അടുത്ത ഈ ഇലകൾ നോക്കിക്കേ, ഈ ഇലകൾ പറയുവാണ്, പുഴുക്കളായാലും പ്രാണികളായാലും എന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഞാനാണ് ഇതിൻ്റെ ജീവൻ്റെ സ്രോതസ്, ഞാനില്ലെങ്കിൽ ഇതെങ്ങനെ ജീവിക്കും? എന്നിട്ട് ഈ പഴുത്ത ഇലയെ നോക്കിയിട്ട് പറയണം, അയ്യേ എന്തൊരു കഷ്ടമാണ്, നിന്നോടൊപ്പം ആണല്ലോ ഞാൻ നിൽക്കേണ്ടത്, മഹാമോശം, ഞാൻ അപ്പുറത്ത് വേറെ കുറേ ചെടികളുമായിട്ട് കമ്പനി അടിച്ച് അവിടെ പോയി ഇങ്ങനെ വിടർന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ ചെടിക്ക് ഈ ഇലകൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത് നോക്കിയേ, ശാഖ പറയുവാണ്, ഇലയെക്കാട്ടിൽ സ്ട്രോങ് ആണ്, എൻ്റെ പറവകളും പക്ഷികളും പ്രാണികളും ഒക്കെ എനിക്ക് ഇരുത്താൻ പറ്റും, നിങ്ങൾക്കും വേണമെങ്കിൽ വന്നിരിക്കാം, ഞാനാണ് മസിൽമാൻ, സ്ട്രോങ് എന്ന് പറയുകയാണ്. എന്നാൽ ഒരു കൊടുങ്കാറ്റടിച്ചാലും എന്നാ സംഭവിക്കും മക്കളെ? ഒടിഞ്ഞ് താഴെ വീഴും. ഈ ശിഖരം ഒടിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുമോ? അടർന്ന് വീണാൽ പോയാണ് അല്ലേ? ചേർന്നിരിക്കണം. ഇനി മക്കൾ ഇങ്ങനെ താഴോട്ടൊന്ന് വന്ന് നോക്കിക്കേ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാന ഭാഗം വേരാണ്. വേര് ഒരുപക്ഷെ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല, എത്ര ആഴത്തിൽ പരപ്പിലാണ് പോയിരിക്കുന്നത് നമുക്ക് വല്ല പിടിയുണ്ടോ? ഇല്ല. പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചെടിയുടെ സ്ട്രെങ്ത് എവിടെയാണ് കിടക്കുന്നത്? ഈ അടിയിലാണ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്, ദൈവവിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ വേരുകൾ ഓടണമെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. അതുകൊണ്ട് മക്കളെ, നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ജീവിതം ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മരമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ടിപ്പ്, ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിൻ്റെ അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണം. കോട്ട വരണം. ഇങ്ങനെ കോട്ടയായാൽ ഈ കോട്ടയെ തകർത്താലേ ഇതിനകത്തുള്ള നമ്മളെ തകർക്കാൻ പറ്റൂ. ദൈവത്തെ തകർക്കാൻ മാത്രം മനുഷ്യൻ വളർന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതുപോലെ ദൈവമേ, നിൻ്റെ അഗ്നി കൊണ്ടുള്ള കോട്ട കൊണ്ട് എന്നെ കെട്ടണമേ. ഓക്കെ, അതുപോലെ തന്നെ ഒരു 5 കാര്യം കൂടി. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ. നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കണം. സുഹൃത ജപം എന്ന് പറയും. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ. അടുത്ത് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. നമ്മൾ എവിടെ പോയാലും, നമ്മൾ പോകത്തില്ലേ, അപ്പോൾ എവിടെ പോയാലും പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവെ, നമ്മളിങ്ങനെ സോപ്പിട്ട് വൃത്തികേടാകുമ്പോൾ ദിവസവും നമ്മൾ കുളിക്കൂലേ നമ്മളെ ശരീരം, അപ്പോൾ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പറയണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓക്കെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നാലാമത്തത്, പരിശുദ്ധാത്മാവെ എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ. ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കണം, കുറച്ചുകൂടി വെട്ടിത്തിളക്കം. ഓക്കെ, പരിശുദ്ധാത്മാവ് എന്നെ ഉജ്ജ്വലിപ്പിക്കണം. 5ാമത്തത്, പരിശുദ്ധാത്മാവെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. മക്കളെ മറക്കൂ, ഈ അവസാനത്തെ ആത്മാവ് കൊണ്ട് നിറയാൻ സിസ്റ്റർ എന്താ പറഞ്ഞ? 1, പരിശുദ്ധാത്മാവെ അഗ്നിയുടെ കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. അടുത്ത് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണം, എന്നെ നിറയ്ക്കണം, എന്നെ ശുദ്ധീകരിക്കണം. ഓക്കെ, എന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം, വിശുദ്ധമായി ജീവിക്കാൻ എന്നെ വെളുപ്പിക്കണം. 4ാമത്തെ എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ, വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവാകട്ടെ മക്കളുടെയും സിസ്റ്ററിൻ്റെയും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ച് മക്കളെ നമുക്ക് ഈ ലോകം ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.